ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഒരു കുടുംബത്തെ തന്നെ തകർക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ ഇപ്പോൾ കാണുന്നത്. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ പൊട്ടിത്തെറിയാണ്. പാർട്ടിയിൽ നിന്ന് മാത്രമല്ല കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു എന്നുകൂടി പറയുകയാണ് ലാലുവിന്റെ മകളായ രോഹിണി ആചാര്യ. ലാലു പ്രസാദ് യാദവിന് വൃക്ക നൽകിയതും രോഹിണിയായിരുന്നു. ഒപ്പം ലാലുവിന്റെ മറ്റൊരു മകനായ തേജ് പ്രതാപ് നേരത്തെ തന്നെ പാർട്ടി വിട്ടിരുന്നതാണ്. ഇതിലും രോഹിണിക്ക് വിഷമം ഉണ്ടായിരുന്നത്രേ. സഹോദരിയും ഈ നിലപാടെടുത്തതോടെ തേജസ്വി യാദവ് വ്യക്തിപരമായി കൂടി ഒറ്റപ്പെട്ടു പോവുകയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് നല്ല കാര്യമല്ല. തിരഞ്ഞെടുപ്പ് ഫലങ്ങളല്ല കുടുംബ ബന്ധങ്ങളെ നിർണ്ണയിക്കേണ്ടത്. ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം. കോൺഗ്രസും RJDയും പരാജയ ഭാരത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് മറികടക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വോട്ട് തിരിമറി എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് NDA ഭരണത്തിലേറാനുള്ള ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഉറപ്പാകുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJPയിൽ അങ്ങനെ ചില സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്, സ്ഥിരീകരിക്കാത്തതാണെങ്കിലും. നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ചിരാഗ് പറഞ്ഞ വാക്കുകളുണ്ട്: എൻ്റെ അച്ഛൻ്റെ വലിയ സ്വപ്നം ഞാനിതാ യാഥാർത്ഥ്യമാക്കി. എന്നെ തള്ളിപ്പറഞ്ഞവർക്കുള്ള മറുപടിയാണ് 19 സീറ്റിലെ ഈ അവിസ്മരണീയമായ വിജയമെന്ന് ചിരാഗ് പറയുന്നു. ബീഹാറിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചകളെക്കുറിച്ച് ഡൽഹിയിൽ നിന്നും ബാലഗോപാൽ. ബീഹാറിലെ ചരിത്ര വിജയത്തിന് ശേഷം സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള അനൗപചാരികമായ ചർച്ചകൾ NDA മുന്നണിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തുടരുമെന്നാണ് JDU നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് BJPയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷമായിരിക്കും ഔപചാരിക ചർച്ചകൾ ആരംഭിക്കുക എന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. BJPയിലെ കേന്ദ്ര നേതാക്കൾക്ക് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരണം എന്ന ഒരു നിലപാടാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ബീഹാറിലെ പല നേതാക്കൾക്കും സംസ്ഥാന നേതാക്കൾക്കും മുഖ്യമന്ത്രി പദവി BJPക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു നിലപാടുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം സംസ്ഥാന നിയമസഭയിലെ ഏറ്റവും ഉയർന്ന കക്ഷി BJPയാണ്. അതുകൊണ്ട് BJPക്ക് മുഖ്യമന്ത്രി പദവി നൽകണം എന്നൊരു ആവശ്യമാണ് BJP നേതാക്കൾക്കുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾ പറയുന്നത്. മറുപക്ഷത്ത് മഹാസഖ്യത്തിൽ ഈ പരാജയം സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി തേജസ്വി യാദവുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസും RJDയും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലിലാണ് എത്തിയിട്ടുള്ളത്. അതായത് വോട്ട് ചോരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇരുവരുടെയും സംശയം. പക്ഷേ ഇപ്പോൾ ആരോപണം ശക്തമായി ഉന്നയിക്കാൻ അവർ മുന്നോട്ട് വരില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർ ആദ്യം ശേഖരിക്കും. തുടർന്ന് ജനങ്ങൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെയും RJDയുടെയും ഒക്കെ നേതാക്കൾ പറയുന്നത്. ലാലുവിൻ്റെയും റാബ്രി ദേവിയുടെയും മകളായ രോഹിണി ആചാര്യ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നും പറഞ്ഞ് Xൽ ഒരു പോസ്റ്റ് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ തേജസ്വി യാദവിൻ്റെ ഉപദേശകനായ സഞ്ജയ് യാദവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പോസ്റ്റ് രോഹിണി ആചാര്യ നടത്തിയിരിക്കുന്നത്. ഏതായാലും രോഹിണി ആചാര്യയുടെ ഈ പോസ്റ്റിലൂടെ ലാലു കുടുംബത്തിനുള്ളിലെ അതൃപ്തി ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്.